മാനേജ്മെന്റ് ഏജൻസി, അത്തരത്തിലുള്ള ധാരാളം ഏജൻസികൾ നമുക്കുണ്ട്. പലതിനെ കുറിച്ച് നമുക്കറിയില്ല. ആ ഒരു ഏജൻസികളുടെ പ്രവർത്തനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മാഡം ജയശ്രീ മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. മാഡത്തിൽ നിന്ന് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാനാകും. അപ്പോൾ ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുക, സാധാരണഗതിയിലുള്ള ഫാർമേഴ്സ് ക്ലബ് പ്രവർത്തനത്തിൽ നിന്നൊന്ന് വേറിട്ട് ചിന്തിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ഏറ്റെടുത്ത് നടത്താമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതില് എന്റെ അറിവില് ഈ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്ന ഒരു ക്ലബ്ബ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഗ്രാമശ്രീ ഫാർമേഴ്സ് ക്ലബ്ബ് ഭരണങ്ങാനം ചക്കയും ചക്കയുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് ചെയ്യുന്ന ഫാർമേഴ്സ് ക്ലബ്ബ്. മറ്റേതെങ്കിലും ഉൽപ്പന്നങ്ങളുടെ വിപണനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? വാഴ ഉൽപ്പന്നങ്ങൾ, പാലും വാഴ ഉൽപ്പന്നങ്ങളും ചെയ്യുന്ന ക്ലബ്ബാണ് വനിതാ ഫാർമേഴ്സ് ക്ലബ്ബ് ഈരാറ്റുപേട്ട. ഇങ്ങനെ 2 ക്ലബ്ബുകളല്ലാതെ മറ്റ് ക്ലബ്ബുകൾ ആരും തന്നെ മാർക്കറ്റിംഗ് നടത്താം. പച്ചക്കറി മാർക്കറ്റ് നടത്താം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന വളരെ വലിയ ഒരു പ്രസ്ഥാനത്തിനാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കേണ്ടത്. ഇതിൽ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇതില് ഈ ഫെഡറേഷന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കുക. ഈ ഭരണസമിതി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു നിയമാവലി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ കോപ്പി അതിന്റെ നിയമാവലി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ക്ലബ്ബംഗങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ക്ലബ്ബും ഈ ഫെഡറേഷനോട് എങ്ങനെയാണ് സഹകരിക്കേണ്ടത്, അതല്ലെങ്കിൽ ഓരോ ഫാർമേഴ്സ് ക്ലബിനും ഈ ഫെഡറേഷൻ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതെല്ലാം വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു നിയമാവലി തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫെഡറേഷന്റെ ഭാരവാഹിത്വം എങ്ങനെ മുന്നോട്ട് പോകണം, അതല്ലെങ്കിൽ ഫെഡറേഷന്റെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതെല്ലാം നമുക്കിന്ന് ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ടതുണ്ട്. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അടുക്കട്ടെ. നമസ്കാരം.